അത് ഞാൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. ശ്രീകുമാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അത് മതി, അത്രയും ധാർമ്മികത മതി എന്നതാണോ കോൺഗ്രസിന്റെ തീരുമാനം? നോക്കൂ സ്മൃതിയുടെ ആ തുടക്കത്തിൽ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറയാനുള്ള കാര്യം ഒരു ട്രാജഡി എന്ന് മാത്രമേ ഉള്ളൂ. അത് സത്യം പറഞ്ഞാൽ അത് കോൺഗ്രസിന് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ട്രാജഡിയാണ്. സ്മൃതി ചോദിച്ചത് ധാർമ്മികതയുടെ ആ ഒരു അളവിനെക്കുറിച്ചാണ്. സംഘടനാപരമായി കോൺഗ്രസിന് ചെയ്യാവുന്ന കാര്യം കോൺഗ്രസ് ചെയ്തു. അത് വൈകിപ്പിച്ചില്ല, അതിന് ബന്ധപ്പെട്ട കമ്മിറ്റി ചേർന്നില്ല, ആലോചനാ യോഗം ചേർന്നില്ല. ഒരു സന്ധ്യയ്ക്ക് വെളിപ്പെടുത്തി പിറ്റേന്ന് ഉച്ചയായപ്പോഴത്തേക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കാനായിട്ട് KPCCയും AICCയും നടപടിയെടുത്തു. അത് ഫലത്തിൽ വന്നു. പിന്നെയുള്ള ഈ ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനത്തെക്കുറിച്ചാണ്. MLA സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത് വിശദീകരിക്കേണ്ടി വരുമ്പോൾ എന്താ MLA സ്ഥാനം രാജിവെക്കുന്നത് ധാർമ്മികതയല്ലെന്നൊരു മറുചോദ്യം വരും. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ് MLA. പാലക്കാട്ട് ജയിച്ചത് UDF ആണ്. അപ്പോൾ UDFൻ്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകരും UDFൻ്റെ അനുഭാവികളും UDFനെ ഇഷ്ടപ്പെടുന്നവരുമാണ് മാങ്കൂട്ടത്തിനെ തിരഞ്ഞെടുത്തത്. CPMോ LDFോ അല്ല. അതുകൊണ്ട് അവിടെ രാജിവെക്കണോ വേണ്ടയോ എന്നത് UDFും കോൺഗ്രസും ആണ് തീരുമാനിക്കേണ്ടത്. സാധാരണക്കാരായ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് അവർക്കൊരു മുഖമില്ലാത്തത് കൊണ്ട് അവർ UDFൻ്റെ അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് രേഖപ്പെടുത്താൻ അടുത്ത തെരഞ്ഞെടുപ്പിനെ പറ്റുകയുള്ളൂ. പക്ഷേ നമ്മുടെ സംവിധാനം അനുസരിച്ചിട്ട് UDFൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു. UDF ആണ് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണോ വേണ്ടേ എന്നുള്ളത്. LDF അല്ല, കാരണം അവർ തോൽപ്പിക്കാനാണ് ശ്രമിച്ചത്. അവിടെ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും വന്ന കക്ഷികളാണ് രാജി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജിയുടെ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോൺഗ്രസ് ആ കക്ഷികളിലേക്കും വിരൽ ചൂണ്ടുകയാണ്. ഇന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു പ്രസ്താവനയുണ്ട്. പൊതുവികാരം, വിവിധ മേഖലകളിലുള്ള പൊതുവികാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണെന്ന്. അത് അദ്ദേഹം എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല. അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മുകേഷിനെ കുറിച്ച് ചോദിച്ചു, കൊല്ലം MLA. അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് തെളിവില്ലാത്ത കാര്യങ്ങളായിരുന്നു ആരോപണങ്ങളെന്നാണ്. നോക്കൂ സ്മൃതി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കുറ്റപത്രം സമർപ്പിച്ച കേസാണ് കോടതിയിൽ. കുറ്റപത്രം സമർപ്പിച്ച ശേഷമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ എന്നാണ്. ആ സെക്രട്ടറിയാണ് ഇന്ന് പറയുന്നത് പൊതുവികാരം എതിരാണെന്ന്. അപ്പോൾ ഈ പാർട്ടിക്ക് ഒരു നയമുണ്ടോ? CPMന് അവരുടെ എതിരാളികളും അവരുടെ ആളുകളും തമ്മിലുള്ള ഒരേ വിഷയത്തിലുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ എന്തിനാണ് രണ്ട് മുഖം? ശരി, ശ്രീകുമാർ, CPMനെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഒന്നിലധികം കേസുകൾ ചൂണ്ടിക്കാണിക്കാനാകും. പക്ഷേ ശ്രീകുമാർ, നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ തിരിഞ്ഞു കൊത്തുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ. അങ്ങ് പറഞ്ഞു UDFന്റെ സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ UDFനെ വഞ്ചിച്ചു, കോൺഗ്രസിനെ വഞ്ചിച്ചു എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയൊക്കെയാണ് വഞ്ചിച്ചത്? ഇപ്പോൾ വോട്ട് ചെയ്ത പാലക്കാട്ടെ ജനങ്ങളെ കൂടിയാണല്ലോ. ഈ പറഞ്ഞ 18,700 ചില്ലാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ UDF വിയർപ്പൊഴുക്കിയിട്ടാണല്ലോ. ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ അവിടെ പ്രചാരണത്തിന് വിയർപ്പൊഴുക്കിയിട്ടാണല്ലോ. അവിടെ ഉള്ള ജനം അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടാണല്ലോ, വാക്കുകൾ വിശ്വസിച്ചിട്ടാണല്ലോ. അപ്പോൾ എവിടെയാണ്, ആരെയാണ് വിശ്വസിക്കേണ്ടത് ജനം എന്നുള്ളതിൽ നിങ്ങളൊരു വ്യക്തത വരുത്തണം. നിങ്ങൾക്ക് മാതൃക CPM ആണോ? നിങ്ങൾക്ക് മാതൃക LDF ആണോ? നിങ്ങളോടുള്ള ചോദ്യത്തിന് നിങ്ങൾ ആദ്യം മറുപടി പറഞ്ഞിട്ട് എതിർപക്ഷത്തെ വിമർശിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു വ്യക്തത വരുത്തിയ ശേഷം നമുക്ക് CPMന്റെ ഈ കാര്യത്തിലുള്ള നിലപാടിനെ ചോദ്യം ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, UDF ആണ് തീരുമാനിക്കേണ്ടത്. അത് വളരെ വ്യക്തമായൊരു ഉത്തരമല്ലേ? കാരണം UDF സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത് 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം പറയാൻ UDFനെ അധികാരമുള്ളൂ. അവിടുത്തെ ജനങ്ങളുടെ വോട്ടർമാരുടെ അഭിപ്രായം പറയാൻ LDFനോ BJPക്കോ അവകാശമില്ല. കാരണം UDFനെയാണ് ജനങ്ങളെ തിരഞ്ഞെടുത്തത്. UDF തീരുമാനിക്കണം. അത് സ്മൃതി ചോദിച്ച ചോദ്യമുണ്ട്, രാജിവെക്കണോ വേണ്ടേ? അത് UDF തീരുമാനിക്കണം, കോൺഗ്രസ് തീരുമാനിക്കണം. ആ തീരുമാനം ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ പറയുന്നത്, അവർ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ നൽകുന്ന സൂചന രാജിവെക്കേണ്ട എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട സംവിധാനം കോടതിയാണ്. കാരണം വീണ്ടും ഒരു ജനഹിതത്തിന് പോകാൻ സമയമില്ല, ജനഹിതത്തിന് പോകാനുള്ള മാർഗമില്ല. അതുകൊണ്ട് കോടതി തീരുമാനിക്കണം. അപ്പോൾ കോടതിയിൽ ഈ വിഷയം എത്തിക്കണം.
കോടതിയിൽ വിഷയം എത്തിക്കേണ്ടവർ എത്തിക്കട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. പരാതികൾ ഒരുപാടുണ്ട്. പക്ഷേ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളിയുമുണ്ട്. പോലീസിൽ കേസില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ കേസില്ലാതിരിക്കാനുള്ള കളികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ കൂടി സമർത്ഥനാണെന്ന് തെളിയിക്കുകയാണ്. എത്ര ശബ്ദരേഖകളാണ് പുറത്തു വന്നത്, എത്ര ചാറ്റുകളാണ് പുറത്തു വന്നത്. അതിൽ സ്ത്രീയുടെ നിസ്സഹായത കൂടി നിഴലിക്കുന്നുണ്ട്. അതിനെ കോൺഗ്രസ് പാർട്ടി എങ്ങനെ കാണുന്നു എന്ന ചോദ്യമുണ്ട് ശ്രീ എൻ ശ്രീകുമാർ. തീർച്ചയായിട്ടും അത് ആ സ്ത്രീകൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ആ സ്ത്രീകളുടെ ഒപ്പമാണ് കോൺഗ്രസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ടാണല്ലോ സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പറഞ്ഞത് മാധ്യമങ്ങളും പൊതുസമൂഹത്തിലെ നമ്മുടെ ചില സുഹൃത്തുക്കളുമാണ്. ആ പരാതിക്കാരും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് ഒരു എഴുത്തുകാരിയായ ഒരു യുവതിയാണ് ഒരു പേര് പറഞ്ഞത്. പക്ഷെ അവർ വേറെ രീതിയിലാണ് സംസാരിച്ചത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന്, വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് സംസാരിച്ച ഒരു യുവ നടി, അവർ പോലും പേര് പറഞ്ഞില്ല. മാത്രമല്ല എൻ്റെ നല്ല സുഹൃത്താണെന്ന് പറഞ്ഞു. വേണമെങ്കിൽ അതുമേലൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കാം. പക്ഷേ കോൺഗ്രസ് സമ്മതിക്കുന്നില്ല എന്നതിന്റെ പ്രധാന കാരണം ജനകീയ വിഷയങ്ങളിലും അതുപോലെ സ്ത്രീ വിഷയങ്ങളിലും ശ്രീകണ്ഠൻ MP എന്ന് പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ. പേര് പറയാതെ ആ കാര്യങ്ങൾ ഉന്നയിച്ച യുവനടിയെക്കുറിച്ച് VK ശ്രീകണ്ഠൻ ഇന്ന് എന്താണ് പറഞ്ഞത്? ആ കുട്ടിയുടെ വസ്ത്രത്തിൻ്റെ നീളം, വസ്ത്രത്തിൻ്റെ ശൈലി, അത് ആരുടെ കൂടെ ആ പെൺകുട്ടി നിൽക്കുന്നു, ഇതൊക്കെയാണ് ഒരു ആരോപണത്തിൻ്റെ ബലം നിർണ്ണയിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ യുവ നേതാക്കളെ കൊണ്ടുവരുന്നു, പുതിയ കാലത്തിനനുസരിച്ച് പാർട്ടി മാറുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഉത്തരവാദപ്പെട്ട ഒരു MP പറയുന്ന പ്രതികരണമാണ്. പിന്നീട് അത് വിവാദമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് മാറ്റി, അത് മാധ്യമങ്ങളുടെ തലയ്ക്ക് ചാർത്തുകയും ചെയ്തു. പക്ഷെ ആ പ്രതികരണം അതവിടെ കിടക്കുകയാണ്. അതെ, അത് തെറ്റാണത്. ഞാനത് കേട്ടു. പക്ഷേ അത് അദ്ദേഹം തിരുത്തിയതുകൊണ്ടാണ് ഒരു തെറ്റ്. നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കൾ അവരെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ട്രാജഡി എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഒരു വലിയ സംഭവത്തിനിടയ്ക്ക് നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ചിലപ്പോൾ പെട്ടെന്ന് വികാരാധീനതായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ഫോടനാത്മകമായ സ്ഥിതി സംസാരിക്കും. പിന്നെ ഇത് തെറ്റാണെന്ന് തോന്നുമ്പോൾ അത് പിൻവലിക്കുന്നതിലല്ലേ അതിൻ്റെ മാന്യത. അത് പിൻവലിച്ചു. നേരെ വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം അത് മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു, അത് മാധ്യമങ്ങളത് ഉപയോഗിച്ച രീതിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ശരിയാണ്. പക്ഷേ അതിൽ ഒരു കാരണമുണ്ട് സ്മൃതി. കാരണം നമ്മൾ ഇന്ന് CPM-നെ പ്രോത്സാഹിപ്പിക്കുന്ന, CPM-ൻ്റെ ഒപ്പം നിൽക്കുന്ന ചിലരൊക്കെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഒരുപാട് പേർ തങ്ങളെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നെങ്കിൽ ഇതിൽ ഈ പറയുന്ന ആളുകൾ അത് ഇതുവരെ ഇന്നലെ വരെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ആരോപണമായിരുന്നു. ഇന്നത് പാർട്ടിയിലേക്ക് മാറ്റുകയാണ്. പ്രതിപക്ഷ നേതാവിനെ കേന്ദ്രീകരിക്കുന്നു, കോൺഗ്രസ് ഓഫീസുകളെ കേന്ദ്രീകരിക്കുന്നു. കോൺഗ്രസ് ഓഫീസുകളും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസും വീടും ഒക്കെ ഇതുമായിട്ട് എന്താ ബന്ധം? അങ്ങനെയാണെങ്കിൽ എല്ലാ DCC ഓഫീസുകളിലേക്കും പാർട്ടി മാർച്ച് നടത്തണ്ടേ? അങ്ങനെയൊക്കെ മാറി വരുമ്പോഴാണ് ഈ സംഭവം മാറുന്നത്. ഇപ്പോൾ ഇത് രാഷ്ട്രീയമായി. ഇന്നലെ വരെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് നിയമപരമായിട്ട് നേരിടണം, പാർട്ടി അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കണം. പക്ഷേ പാർട്ടിക്ക് എടുക്കാവുന്ന കാര്യം എന്താണ്? ഇന്നലെ എടുത്തു കഴിഞ്ഞു. ഇനി ചെയ്യാവുന്നത് നിയമപരമായിട്ട് പരാതി കൊടുക്കണമെന്ന് പറയുന്നത്, ഇത് ആരെങ്കിലും പരാതി കൊടുക്കണ്ടേ? ആ പരാതി കൊടുക്കാതെ കോൺഗ്രസ് അല്ലാണ്ട് ഏതൊരു കക്ഷിയെ എന്നത് കൂടിയാണോ അങ്ങ് പറഞ്ഞതിന്റെ വ്യക്തത എന്ന് ഞാൻ പറഞ്ഞില്ല. പരാതി കൊടുത്താൽ പോലീസ് അന്വേഷിച്ചാൽ അതിനെ നിയമപരമായി കോടതിയിലെത്തും. ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ കോടതി തീരുമാനിക്കരുത്. ഈ ഗോവിന്ദ മാഷ് പറഞ്ഞതിനെ ഞാൻ മാർഗമായിട്ട് കരുതുകയല്ല. പക്ഷേ ഒരാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ നമുക്കിന്നൊരൊറ്റ സംവിധാനമേ ഉള്ളൂ, അത് കോടതിയാണ്, പാർട്ടിയല്ല. കോൺഗ്രസിന് എന്തായാലും അവരുടെ ഒരു സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് കോടതിയിൽ തന്നെ പോകണം. അപ്പോൾ കോടതിയിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ നിരപരാധിത്വം തെളിയിക്കട്ടെ. ഇത് മുൻകാലങ്ങളിൽ ഒരുപാട് നേതാക്കൾ ഇങ്ങനെ തെളിയിച്ച് പുറത്തു വന്ന് അവർ വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. അത് നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് ചരിത്രമുണ്ട്. കോടതി നിരപരാധികളായി വിടുകയും പിന്നീട് അവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ആരോപണവും പ്രത്യാരോപണവും രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആരോപണവും രാഷ്ട്രീയത്തിൽ നിന്നുള്ള പ്രത്യാരോപണവും അല്ല എന്നിടത്താണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യമിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.